ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നാട്ടിലിപ്പോൾ നല്ല മഴയല്ലേ, അപ്പം നല്ല ചൂടുള്ള കപ്പയായാലോ അടിപൊളിയായിരിക്കും കേട്ടോ. നമ്മളെ നാട്ടിൽ പൂളാന്നാട്ടോ പറയൽ. ഇതിന് പൂള കൊള്ളി ഓരോ നാട്ടിൽ പല പേരായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 750 ഗ്രാം കപ്പ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബീഫ് ഒരു 500 ഗ്രാം ഉണ്ടാവും, അതും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതേപോലെ നെയ്യൊക്കെ ഉള്ള ബീഫ് എടുക്കാൻ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ കേട്ടോ നമ്മളെ ബിരിയാണി ഒന്നും കൂടി ടേസ്റ്റി ആവാൻ ഇപ്പം ഇതാ കുറച്ച് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു അര പീസ് എന്താ പറയുക ഉള്ളിയും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. പച്ചമുളകുണ്ട് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാനിപ്പോൾ നമ്മളെ ബീഫില്ലേ നേരത്തെ കൈക്ക് ക്ലീൻ ചെയ്ത് വെച്ചത്, അതിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരച്ച് വെച്ച ഇതില്ലേ ഉള്ളീൻ്റെ ഒക്കെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതൊക്കെ ഇല്ലേ ക്രഷ് ചെയ്ത് വെച്ച് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എന്നിട്ട് ഇതിലേക്ക് പൊടികളായിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടിയും വേണം കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയില്ലേ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, അത് മറന്നു പോവണ്ട. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. കൈ വെച്ച് തന്നെ കുഴക്കണം, അപ്പാണ് ഈ മസാലയൊക്കെ ബീഫിലേക്ക് നല്ലോണം പിടിക്കണം. അപ്പം നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടി പോകേണ്ട, ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് എങ്ങാനാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവുക, അത്രയും മതി. ബീഫ് അത്രയും വെള്ളം മതി കേട്ടോ. ഇനി എന്നിട്ട് കയ്യിലോണ്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് എത്ര വിസിലാണ് നിങ്ങളെ ബീഫിൻ്റെ വേവ് അനുസരിച്ച് ഞാനിപ്പോൾ ഒരു 6 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്രയും വേണം കേട്ടോ ബീഫ് ഒന്ന് വേവാൻ. ഇനിയിപ്പം നമുക്ക് വേറൊരു പാത്രത്തിൽ നമ്മൾ നേരത്തെ കൈക്ക് ക്ലീൻ ചെയ്ത് വെച്ച കപ്പയില്ലേ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള. എന്നിട്ട് അത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇത് കുക്കറിൽ നിങ്ങൾക്ക് വേവിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആണ് വേവിച്ചത്, കുക്കറിലല്ല കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് അവിടെ നിന്ന് കിടന്ന് വേവട്ടെ, ബീഫും കുക്കായി വരട്ടെ. ആ സമയം കൊണ്ട് ഈ കപ്പയിലേക്കുള്ള ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ എടുക്കുക, ഒരു 1/2 കപ്പ് അത്രയൊക്കെ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് ചെറിയുള്ളിയും 1 ടീസ്പൂൺ വലിയ ജീരകയില്ല അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കപ്പയെ നല്ലോണം വെന്ത് വന്നിട്ട് ഞാനിപ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഉടച്ചു കൊടുക്കണം, അപ്പാണ് കറക്റ്റ് ടേസ്റ്റ് ആയിട്ട് കിട്ടുക. കുറച്ച് കടിക്കാനും വല്ലാണ്ട് അങ്ങ് ഉടച്ച് പേസ്റ്റ് ആക്കണം എന്നല്ല പറഞ്ഞത്, കുറച്ച്. അപ്പോൾ ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ബീഫിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ച തേങ്ങയില്ലേ അത് നമ്മളെ കപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീഫില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുത്തോട്ടോ. വെള്ളം സെപ്പറേറ്റ് ആക്കുകയൊന്നും വേണ്ട, വെള്ളത്തോടെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിൽ കിടന്ന് ഒന്ന് തിളച്ചോളും. വല്ലാണ്ട് അങ്ങ് കട്ടിയാക്കി ലൂസാക്കുകയും വേണ്ട, തിക്കാക്കുകയും വേണ്ട കേട്ടോ. ഒരൊത്തൊരു എന്താ പറയുക ലൂസിൽ വേണം കേട്ടോ എടുക്കാൻ. ഭയങ്കര കട്ടിയിൽ ഇത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയൊന്നും വേണ്ട.
ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിലാട്ടോ ഇപ്പോൾ എടുത്തത്. വല്ലാണ്ട് അങ്ങ് വറ്റിച്ചെടുത്തിട്ടില്ല. നമുക്കിങ്ങനെ കേട്ടോ ഇവിടെ കഴിക്കാൻ ഇഷ്ടം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. ചെറിയുള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും കേട്ടോ. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. അപ്പോൾ കപ്പ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മഴയും നല്ല ചൂട് കപ്പ ബിരിയാണിയും ഒരു കട്ടനും അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്